ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്ക് അടുത്ത് ഇടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാം, ചുറ്റിനും നിറയെ വീടുകളൊക്കെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു നല്ലൊരു വീടാണ്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.3 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് ആയിട്ട് സ്ഥലം വരുന്നത് ആലുവയ്ക്ക് അടുത്ത് ഇടത്തല എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. സെയിം തന്നെയാണ് ഇടപ്പള്ളി ഭാഗത്തേക്കും 11 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ നല്ല ഒരുപാട് സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. എല്ലായിടത്തേക്കും എത്തിപ്പെടാവുന്ന നല്ലൊരു സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷൻ വരുന്നത് ആലുവയാണ്. 6.2 കിലോമീറ്റർ മാത്രമാണ് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ അടുത്ത് വരുന്നത് ആലുവയാണ്. വെറും 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. നല്ല വൈഡ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ് ഈ ഒരു വീട്ടിലേക്ക് ഉള്ളത്. നിങ്ങൾ ഓൾറെഡി കണ്ടു, ഇവിടെ ഒരുപാട് വീടുകളുള്ളത് എല്ലാം തന്നെ ആളുകൾ താമസമായതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നൈബേഴ്സിനെയൊക്കെ കിട്ടുന്ന ഏരിയ ആണ്. വീടിന്റെ ഡീറ്റെയിൽ നിങ്ങൾ കേട്ടു. 3.3 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിൽ മിഡിൽ പോർഷനിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് അതിനിടയിൽ ഭംഗിയായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ നമുക്ക് ചെറിയൊരു ഷോ ലൈറ്റ് കൂടി വരാനുള്ള വർക്കാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. നമുക്ക് വീടിന്റെ മതിൽ കഴിഞ്ഞു ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് കൊടുത്തിട്ട് മുകളിൽ ഒരേ ഷേപ്പ് ഒക്കെ വെച്ച് സിമ്പിൾ ആയ ഡിസൈനിലാണ് വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. നമ്മുടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റും സൈഡിൽ തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വാട്ടറിന്റെ മീറ്റർ കാണാം. നമുക്ക് ഇവിടെ വാട്ടറിന്റെ സോഴ്സ്, ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് KWയുടെ വാട്ടർ കണക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം, ആലുവ തൊട്ടടുത്താണ് പമ്പിംഗ് സ്റ്റേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്ക് സൈഡിലേക്ക് പോകുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് എൻട്രി ചെയ്ത് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വീലർ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡ് ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെയും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആളുകൾക്കൊക്കെ കടന്നു പോകാനുള്ള സ്പേസും ഉണ്ട്. ആ ഭാഗങ്ങളിൽ നോക്കിയാലും മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 4 5 ചെയറുകൾ ഇടാനുള്ള പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ 2 പില്ലറുകൾ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. 2 പാളികളിലായിട്ട് നല്ല ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിയാൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിവിംഗ് സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് ആണ്. ഫ്ലോർ ടൈലുകൾ നീളമുള്ള വൈറ്റ് കളർ ടൈലാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഇവിടുത്തെ നമുക്ക് അളവുകൾ നോക്കുവാണെങ്കിൽ 13 അടി നീളവും 9 അടി വീതിയുമുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കയറി വരുമ്പോൾ മെയിൻ ഡോറിനടുത്തായിട്ട് 3 വിൻഡോകൾ ഫ്രഞ്ച് മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ടും 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിലാണ്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് താഴെ എല്ലാം നിറയെ ക്ലോസ് ചെയ്യാവുന്ന ഡോറുകൾ വെച്ചിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ എല്ലാ ചുറ്റിനും നോക്കിയാലും കാണാം വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്.
നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഗ്രാൻഡിലും വി ഗാർഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. 13 അടി നീളവും 10.5 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിന് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അകത്ത് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ താഴെ വരുന്ന ഭാഗത്ത് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനും ബാക്കിയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നല്ല സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് ഓവൽ ഷേപ്പിലുള്ള വാഷ് ബേസിനാണ് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ബ്ലൂയിഷ് കളറിലെ ഡിസൈനുള്ള ടൈലാണ്. വലിയൊരു മിറർ വരുന്നുണ്ട്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. താഴെയാണെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡൈനിങ് ഹാളിൽ ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് 4 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിപ്പോകുന്നതിന്റെ മുകൾ ഭാഗം വന്നാൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ്. അവിടെയും മുകളിൽ ചെറിയ LED സ്ട്രിപ്പുകളുടെ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ ഈ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പം കൊടുത്തിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 13.5 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂമിന് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് കിട്ടുന്നത്. ഈ ഭാഗത്താണ് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ട് വലിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ആ ഒരു മിറർ കാര്യങ്ങളെല്ലാം വരുന്നത്. റൂഫിൽ നോക്കിയാൽ ഒരു സൈഡ് പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു റൂമിന്റെ ഡോർ ഇങ്ങനെയാണ് വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജെറയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ CNC കട്ടിംഗ് ആണ് വരുന്നത്. താഴെ നമുക്കൊരു ചെറിയ ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്ത് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ എടുത്തിട്ട് ഗ്ലാസിന്റെ ഡോറുമാണ്. അതിന്റെ താഴെ നോക്കിയാൽ നമുക്ക് വുഡൻ ഡോർ കൊടുത്ത് അവിടെയും നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ സ്ഥാനം വരുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആണ്. വൈറ്റ് തന്നെയാണെങ്കിലും ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനും കൂടെ വരുന്നുണ്ട്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കിയാൽ 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മുകളിലും താഴെയും അതിൽ ഏറ്റവും താഴെയും ഒക്കെ ആയിട്ട് 3 ലെയറുകളിലായിട്ടാണ് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്ന് നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഏകദേശം ഒരു വുഡൻ കളർ വരുന്ന ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫും സൈഡിലും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു സിങ്ക് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കടന്നു വന്ന വഴികളിലെല്ലാം ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു വലിയ ഹാളിലാണ്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് ഗ്രേ കളറിൽ നല്ല അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. താഴെ ഭാഗത്താണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള ചെറിയ ഡിസൈനുകളൊക്കെയാണ്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ്. എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്കുള്ള വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കയറി വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ 4 വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്തിട്ടാണ് റൂഫ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ടോട്ടൽ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 13 അടി വീതിയും. നീളവും വീതിയും 13 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു വിൻഡോ ഈ ഒരു ഹോളിൽ 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലുള്ള ടൈലുകളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ട് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നുള്ള ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് എത്താൻ പറ്റുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽസ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ചുറ്റിനും കവർ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന എഡ്ജിലൊക്കെ ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാൽക്കണി ഈ ഒരു ഭാഗത്തേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്ത് ചെറിയൊരു സ്പേസും കൂടെ കിട്ടുന്നുണ്ട്. അതുകൂടെ നോക്കിയാൽ ഒരു വലിയ ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ വലിയ ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന സൈഡ് വോളിൽ 2 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ടാണ് വലിയൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. മുകളിലൊക്കെ ആണെങ്കിലും മിഡിൽ പോർഷനിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ട് LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന് അതുപോലെ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രേ കളറിൽ ഭംഗിയായിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ഇടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഇടത്തല എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3.3 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3.3 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് ഒരു കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമാണ് കിട്ടുന്നത്. താഴെ വർക്ക് ഏരിയ ഉണ്ട്, മുകളിൽ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 72 ലക്ഷം രൂപയാണ്. 72 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിന് ലോൺ ഫെസിലിറ്റി ലഭ്യമാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കാണുവാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.